അങ്ങനെ പറയല്ലേ മാഡം. സ്വാതിമോൾ ഒരിക്കലും നന്ദിനിയൊന്നും ചെയ്യില്ല. ഇത് മറ്റാരോ ചെയ്തതാ. അത് താനാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാരാ? എൻ്റെ പേര് ഏറാടി. സ്വാതിമോളുടെ അച്ഛൻ്റെ ഒരു ചങ്ങാതിയെ. അത് മാത്രമല്ല, SP ശ്രീലതാ നമ്പ്യാരുടെ ഒരു ബന്ധു കൂടിയാണ്. മാഡം, ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ACP ഓഫീസിന് മുന്നിൽ നിരാഹാരം ഇരിക്കും. മാഡം, ആ ഫോണൊന്നും എടുക്കൂ. ഹലോ, ACP വൈശാഖി വർമ്മ ഹിയർ. ഉണ്ട് സർ. അവർ കസ്റ്റഡിയിലുണ്ട് സർ. ഇല്ല സർ, അറിയാം സർ. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടില്ല സർ. വരാം സർ, ഇന്ന് തന്നെ അയക്കാം സർ. ഇപ്പൊ തന്നെ വിടാം സർ. അയക്കാം സർ. ഓക്കെ സർ. ശരി സർ. ഇപ്പൊ എന്തായി മാഡം? ഇനി ജാമ്യം തരാലോ അല്ലേ? വക്കീലേ, എഴുതി ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ. എടോ രവി, മാഡം. തുറന്നു വിടുവിളെ. യെസ് മാഡം. സ്വാതി, നിന്നെ ഇവര് ഉപദ്രവിച്ചോ മോളെ? അതൊന്നും സാരമില്ല ഏട്ടാ. വരൂ. വാ. എന്തൊരു നാണക്കേടായി പോയി. അവളെ വിടാതെ പറ്റില്ല വേദേ. റേഞ്ച് ഐജിയെ വിളിച്ചത്. സ്വാതിയെ ഇപ്പൊ തന്നെ വിട്ടയക്കണമെന്ന ഉത്തരവ്. അത് മാത്രമല്ല, സംഭവത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇപ്പൊ തന്നെ മെയിൽ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു തോൽവിയായി പോയി. നാളെ രാവിലെ IG ഓഫീസിൽ ചെന്ന് IGയെ കാണണമെന്ന ഉത്തരവ്. പണി കിട്ടുമെന്ന എന്റെ പേടി. ഏട്ടാ, ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്. ഇന്നലെ രാത്രി തന്നെ അവളെ റിമാൻഡ് ചെയ്താൽ മതിയായിരുന്നു. പറ്റിയ മണ്ടത്തരം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്തവണ ഭാഗ്യം അവളുടെ പക്ഷത്തായിപ്പോയി. അങ്ങനെ കരുതി സമാധാനിക്കേ. എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു. അവളുടെ ശല്യം ഇതോടെ തീർക്കാമെന്ന് കരുതിയതാ ഞാൻ. അങ്ങനെ എന്നെ തീർക്കാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ഇതുപോലൊരു നത്തോലി ഓഫീസർ കൂട്ടിനുണ്ടെന്ന് കരുതി ലോകം പിടിച്ചടക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഇറങ്ങി പുറപ്പെട്ട നീ വെറും വിട്ടിയാടി വേദേ. ജാമ്യം കിട്ടിയതിന്റെ നെകളിപ്പ് നീ ഇവിടെ കാണിക്കണ്ട. ഇതേ എന്റെ ഓഫീസാ. മാഡത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് മാഡത്തിന്റെ കുടുംബസ്വത്ത് കൊണ്ട് പണിഞ്ഞ ഓഫീസ് എന്നല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ നികുതി പണമായത്. നിന്ന് ചിലക്കാതെ ഇറങ്ങി പോടി. പോകാൻ തന്നെയാടി വന്നത്. പക്ഷെ അതിനു മുമ്പ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നന്ദിനെ കണ്ടുപിടിച്ചിട്ട് നിന്നെ കാണാൻ വരും ഞാൻ. എനിക്ക് ഇവര് തന്നതും അതിന്റെ പലിശയും ചേർത്തിട്ട് തിരിച്ചു നിനക്കിട്ട് തരും ഞാൻ. നീ ഭീഷണിപ്പെടുത്തുന്നോ? തൊട്ടുപോകരുത് തന്നെ. മര്യാദയ്ക്ക് കൈയെടുക്ക. എന്റെ ശരീരത്ത് കൈവച്ചതിനുള്ള ശിക്ഷ മാഡത്തിന് ഞാൻ തിരിച്ചു തന്നിരിക്കും. ഓ, എന്ന് വെച്ചാ നീ എന്നെ തിരിച്ചടിക്കുന്നു.
എന്നാ പിന്നെ ഇപ്പൊ അടിക്കടി അടിക്കടി. ഓഹോ, അപ്പോ നീയായിരുന്നു ഇതിന്റെ പിന്നിൽ അല്ലേ? സ്വാതി, വാ പോവാം. പോവാം. ഇനി മേലിൽ നീ എന്റെ പിന്നാലെ വരരുത്. എന്റെ കുടുംബം തകർക്കാൻ വരരുത്. അതിന് നീ ശ്രമിച്ച നിന്നെ കൊന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ മടിക്കില്ല. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അതും ചെയ്യും. ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗാ. അപ്പോ കാണാം മാഡം. പോവാം. വാ. എന്തൊരു അപമാനമായി പോയി. ഇവിടെ അവള് ജയിച്ചു. അത് സാരമില്ല വേദേ, അവളെ പൂട്ടാനുള്ള അവസരം നമുക്ക് ഇനിയും കിട്ടും. എന്തായാലും ഒരു ദിവസം നീ കിടന്ന ലോക്കപ്പിൽ നമ്മൾ അവളെ കിടത്തിയില്ലേ, അത് നമ്മുടെ വിജയം തന്നെയാ. ഏതു പാതി ജയവും തോൽവിക്ക് തുല്യം തന്നെയാ വൈശാഖി. ഇവിടെയും തോറ്റത് ഈ വേദയാ. നീ വിഷമിക്കണ്ട. സ്വാതിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വക്കീലേ, താങ്ക്സ്. എന്റെ മിടുക്കൊണ്ടല്ല, SP ശ്രീലത നമ്പ്യാർ സഹായിച്ചതുകൊണ്ടാ ജാമ്യം കിട്ടിയത്. ആ ACP ആളൊരു വല്ലാത്ത സാധന. മോളെ സൂക്ഷിക്കണം, ശത്രുക്കളുടെ എണ്ണം കൂടി വരികയെ. സാരമില്ല അങ്കിളെ, ഇതൊന്നും എന്റെ ജീവിതത്തിലെ പുതിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഭയവും ഇല്ല. ശരി, എന്നാ പിന്നെ ഞാൻ ഈ വക്കീലിന്റെ കൂടെ പോവാ. പിന്നെ കാണാം. ശരി അങ്കിളെ. മോനെ, ഇവളെ നോക്കിക്കോണേ. നീയേ ഉള്ളൂ ഇവൾക്കൊരു തണല്ലേ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ആ സ്വാതി, നമുക്ക് പോവാം. സ്വാതി, വാ കേറ്. ഏട്ട എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ ഏട്ടന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നില്ല. വരുന്നില്ലെന്നോ? പിന്നെ നീ എവിടെ പോകുന്നു? നന്ദിനിയെ കണ്ടുപിടിച്ചിട്ടല്ലാതെ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. സ്വാതി, നീ എന്തൊക്കെയാ പറയുന്നേ? അനുസരണക്കേട് കാണിക്കുകയാണെന്ന് കരുതരുത്. നന്ദിനിയെ കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ. ഏട്ടൻ ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോണം. സ്വാതി, എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. അവളെയും കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ. സ്വാതി, മോനെ, സ്വാതി എവിടെ? ജാമ്യം കിട്ടിയില്ലേ? അച്ഛാ, ജാമ്യം കിട്ടി. പക്ഷെ സ്വാതി എന്റെ കൂടെ വന്നില്ല. അതെന്താ? നിന്റെ കൂടെ വരാതെ പിന്നെ അവൾ എവിടേക്കാ പോയേ? സ്വാതി നന്ദിനി അന്വേഷിച്ചു പോയി. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മളും അന്വേഷിക്കുന്നുണ്ട്. പിന്നെന്തിനാ അവള് പോയത്? അച്ഛാ, നന്ദിനിയും കൊണ്ട് മാത്രമേ തിരികെ വരൂ എന്നുള്ള വാശിയിലാ സ്വാതി.
ഞാൻ പിന്നാലെ കുറെ ദൂരം ചെന്ന് തിരികെ വിളിച്ചു നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും കേൾക്കാതെ അവള് നന്ദിനെ തേടിപ്പോയി. അവള് തനിയെ അന്വേഷിച്ച എങ്ങനെ നന്ദിനെ കണ്ടെത്തും? എനിക്കൊന്നും അറിയില്ല. എവിടെയെങ്കിലും ചെന്ന് അപകടത്തിൽ ചാടുന്നതിന് മുമ്പ് അവളോട് തിരികെ വരാൻ പറ. അച്ഛാ, ഞാൻ പറയാഞ്ഞിട്ടല്ല. ഒരു തീരുമാനമെടുത്താ അത് പിന്നെ മാറ്റുന്ന ശീലം സ്വാധിക്കില്ലെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാലോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങിക്ക. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കേ. ചേച്ചി ഒന്നിങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞേ. ഇറങ്ങ്. എത്ര മണിക്കൂറായി കിടന്ന് ചുറ്റാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ ആരെയും നോക്കുന്നത്? ഇത്രയും നേരം ഞാൻ നിങ്ങളെ സഹിച്ചതും കൊണ്ടു നടന്നതും ഒക്കെ പണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചോണ്ട് മാത്രമാ. ഞാനോ? ഞാനെപ്പോഴാ നിങ്ങളെ സഹായിച്ചത്? ഓർമ്മയില്ലേ? എന്റെ പേര് ഓമനക്കുട്ടൻ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. എങ്ങനെ കാണും? പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചേച്ചിയെ. പൈസ എടുക്കും. എന്തിനാ ഇയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? കണ്ടില്ലേ, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ച ഇവൻ ഓടിയത്. 300 രൂപയ്ക്ക് മുകളിൽ മരുന്ന് വാങ്ങി. കാശ് വെച്ചപ്പോ ഇവരങ്ങ് ഓടി. എന്റെ പൊന്നുമകളെ ഗതികേട് കൊണ്ടാ എന്റെ കുഞ്ഞു സുഖമില്ലാതെ ആശുപത്രി കിടക്കുക. എനിക്ക് ഒരു നിവൃത്തിയില്ല. എന്റെ കാശില്ല. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കിതേ നിവൃത്തിയുള്ളൂ. അതാ ഞാന് കള്ളം പറയുന്നു. നിർത്താനല്ലേ പറഞ്ഞത്? അയാൾ വിടെ. മരുന്നിന്റെ പണം ഞാൻ തരാം. ദാ. അന്ന് ചേച്ചി രക്ഷിച്ചത് എൻ്റെ മോൻ്റെ ജീവനാണ്. ഓട്ടോയിൽ കയറിയപ്പോഴേ ചേച്ചി എനിക്ക് മനസ്സിലായി. എന്താ ചേച്ചിയുടെ പ്രശ്നം? എന്തായാലും എന്നോട് പറ. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം. പറ ചേച്ചി.
വലിയ കുഴപ്പത്തിലാണല്ലോ ചേച്ചി. അതെ ഓമനക്കുട്ട, അവളില്ലാതെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയേ പറ്റൂ. നന്ദിനി, എടുക്ക്. നന്ദിനി, നീ എവിടെയാ? നന്ദിനി, നിനക്ക് എന്ത് പറ്റി? നീ ഇപ്പൊ എവിടെയാ? നന്ദിനി മോളെ, നിനക്ക് എന്താ പറ്റിയേ? ആരാ നിന്നെ തട്ടിക്കൊണ്ട് പോയത്? മോളെ നന്ദിനി. എന്താ ചേച്ചി, ആ കൊച്ചാണോ വിളിച്ചേ? അതെ, ആരോ ഫോൺ കട്ടാക്കി. അവളുടെ ജീവൻ അപകടത്തിലാ ഓമനക്കുട്ട. ചേച്ചി, അങ്ങനാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ഈ കോൾ വെച്ച് ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോലീസ് ആ കൊച്ചിനെ രക്ഷിക്കും. ചേച്ചി കേറ്. ചേച്ചി കേറ്. കേറിക്കോ. ഇത് സത്യമാണോ സ്വാതി? അവള് നിന്നോട് എന്താ പറഞ്ഞത്? ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷേ അവള് കൂടുതലൊന്നും സംസാരിച്ചില്ല. അവള് ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞോ? ഇല്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിയും. ഏട്ടൻ ഗിരിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. നന്ദിനിയുടെ കാര്യം ഓർത്ത് അവൻ ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും. ആ ശരി. ഗിരി, ഗിരി ഒന്ന് വേഗം വാ. വേഗം വാ. എന്താ നീലേ? നീ ഒന്ന് വേഗം വന്നേ. എന്താ? എടാ, സ്വാതി ഇപ്പൊ വിളിച്ചിരുന്നു. നന്ദിനി അവളെ ഫോൺ ചെയ്തിരുന്നു. എപ്പോ? ഒരല്പം മുമ്പ്. നീ അവളെ ഒന്ന് തിരിച്ചു വിളിക്കാം. എന്താടാ? അച്ഛാ, സ്വാതിയെ നന്ദിനി ഫോൺ വിളിച്ചു എന്ന്. ഗിരി അങ്ങോട്ട് തിരിച്ചു വിളിച്ച് ചോദിക്കുക. ആ എടുത്തി, നന്ദിനി എവിടെ എടുത്തി? അവൾ എടുത്തി എവിടെന്നാ വിളിച്ചത്? അതെനിക്ക് അറിയില്ല ഗിരി, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവള് നമ്മുടെ അടുത്ത് എവിടെയോ ഉണ്ട്. അവളെയും കൊണ്ടേ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. എടുത്തി എന്ത് ചെയ്യാൻ പോവാ? ഞാനിപ്പോ ACP ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഈ വിവരം പോലീസിനെ അറിയിക്കണം. എടുത്തി, ഞങ്ങളും കൂടി ACP ഓഫീസിലേക്ക് വരാം. വേണ്ട ഗിരി, ഞാൻ അവിടെ ചെന്ന് ഈ വിവരം പറഞ്ഞിട്ട് ഗിരിയെ തിരിച്ചു വിളിക്കാം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. നീ പേടിക്കണ്ട ഗിരി, നന്ദിനിയും കൊണ്ട് മാത്രമേ ഞാൻ ഇനി വീട്ടിലേക്ക് വരൂ. എന്ത് പറഞ്ഞടാ? വലിച്ച നന്ദിനി വിളിച്ച് വിവരം പറയാൻ എടുത്തി ACP ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അത് കൊള്ളാം. നന്ദിനിയെ സ്വാതി മാത്രം കാണുക, സ്വാതിയെ മാത്രം വിളിക്കുക. എന്താ മഹേഷേട്ടി ഇതിനക്കർത്ഥം? ആ ACP പറഞ്ഞത് സത്യമാണോന്ന്? സ്വാതി തന്നെയാണോ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്? ചേടാ, പിന്നെ ആരെ പറ്റിക്കാനാ ഈ അന്വേഷണമൊക്കെ നടത്തുന്നത്? ഭാനുമതി, അനാവശ്യം പറയരുത്. സ്വാതിയെ നന്ദിനി വിളിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. എടാ ഗിരി, അവള് നിന്റെ ഭാര്യയല്ലേടാ? എന്നിട്ടെന്താ അവള് നിന്നെ വിളിക്കാതിരുന്നത്? അല്ലെങ്കിൽ മഹേഷേട്ടനെ വിളിക്കാതിരുന്നത്? ആ ഇതൊക്കെ വലിയ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാ അവരെ സംശയിക്കാൻ പറ്റുമോ? അമ്മായി, എനിക്ക് ഉറപ്പുണ്ട് നന്ദിനി എടുത്തി തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരും. നീ സ്വീകരിക്കാനേ നിലവിളക്കും കത്തിച്ച് കാത്തിരുന്നു. ഇവിടെ എല്ലാരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നേ? എടാ ഗിരി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല. എടാ, സ്വാതി നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഭയങ്കര സൂത്രക്കാരിയാ. അവളാണ് ഇതെല്ലാം ഒപ്പിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മേ, എത്ര പറഞ്ഞാലും ഇതൊന്നും അവന്റെ തലയിലോട്ട് കേറാൻ പോകുന്നില്ല. എപ്പോഴും അവന് സ്വാതി പറയുന്നതാ വേദവാക്യം. വലിയ ഏട്ടത്തി അമ്മയല്ലേ അവന്റെ. അതേടി, ഏടത്തിയമ്മ തന്നെയാ. എന്റെ ജീവിതത്തിൽ ദോഷം ഉണ്ടാവുന്ന ഒന്നും ഏടത്തി ചെയ്യില്ല. ആഹാ,
നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ നന്ദിനി നിന്നെ വിളിക്കാതെ സ്വാതി മാത്രം വിളിച്ചതെന്താ? എന്റെ കൊച്ചി, ഇത് അവള് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളക്കഥയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ജീവനോട് അവളെ തിരിച്ചു കിട്ടണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കുഞ്ഞെ, ഇനി അത് മാത്രം എനിക്ക് പറയാൻ പറ്റൂ. എന്റെ ഈശ്വരാ. എന്റെ കുഞ്ഞെ, നീ വാ, നമുക്കൊരു ചായ ഇട്ട് കുടിക്കാം. നടക്ക്. എങ്ങനെ സഹിക്കുമോ എന്തോ.